ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഒരു 25,000 രൂപയ്ക്ക് താഴെ നിങ്ങളൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. കാരണം അങ്ങനെയുള്ള രണ്ട് ബെസ്റ്റായിട്ടുള്ള ഫോൺസിനെ പറ്റിയാണ് പറയുന്നത്. അതിൻ്റെ ഒരു കമ്പാരിസനാണ് ഏതാണ് വാങ്ങേണ്ടതെന്നുള്ളത്. അതായത് ഒന്ന് ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്ത പോക്കോയുടെ X7 5Gയും പിന്നൊന്ന് ഐക്യൂടെ Z9S Pro 5G എന്ന മോഡലാണ്. ഇത് രണ്ടും ആ പ്രൈസ് പോയിൻറ്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മോഡലാണ്. പ്രൈസ് റേഞ്ച് വൈസ് ഒരു 1000 രൂപ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആദ്യം ഞാൻ പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയാം. രണ്ട് മോഡലിൻ്റെയും ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ 8GB 128GB ആണ്. അതിൻ്റെ പ്രൈസ് പോക്കോയുടെ X7 പ്രൈസ് എന്ന് പറഞ്ഞാൽ 22,000 രൂപയാണ്. ഐക്യൂടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 23,000 രൂപയാണ്. സോ ഒരു 1000 രൂപയുടെ ഒരു പ്രൈസ് ഡിഫറൻസ് ഈ രണ്ട് ഫോണും തമ്മിലുണ്ട്. തന്നെ ആ കാര്യം പറയാം. 1000 രൂപ ഡിഫറൻസ് ഉണ്ട്. ആ ഒരു 1000 രൂപ ഡിഫറൻസ് വെച്ച് ഈ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടിൻ്റെയും ഡിസൈൻ, രണ്ടിനും ഒരു പ്ലാസ്റ്റിക്കും വീക്കിലെത്തണം വരുന്നുണ്ട്. കളർ ഡിഫറൻസിൻ്റെ കാര്യത്തിലാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. എന്നാൽ പോലും കാണാൻ രണ്ടും അത്യാവശ്യം നല്ല രസമാണ്. ഐക്യൂ ഫോൺ ആണെങ്കിൽ അവരുടെ പ്രീമിയം സെഗ്മെൻറ്റ് ഫോൺസിൻ്റെ ഡിസൈനാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഫീൽ ആ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി പോക്കോ ഒട്ടും മോശമില്ല, ഒരു സെൻട്രൽ ക്യാമറ മൊഡ്യൂളൊക്കെയാണ് വരുന്നത്. ബട്ട് രണ്ടും വ്യത്യസ്തരമായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് വെയിറ്റ് ആൻഡ് തിക്നെസ് ഒക്കെ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. രണ്ടും ഒരു 185 ഗ്രാം വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നീട് പോക്കോയിലാണെങ്കിൽ IP69 റേറ്റിംഗ് വരുന്നുണ്ട്. ഐക്യൂലാണെങ്കിൽ IP64 റേറ്റിംഗ് മാത്രമേ വരുന്നുള്ളൂ. സോ മറ്റേതാണെങ്കിൽ പോക്കോ ആണെങ്കിൽ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ വേണ്ടി ഇപ്പോൾ എന്ന് വെച്ച് വെള്ളത്തിനടിയിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ ക്യാമറ ഒന്നല്ല ആ ഫോൺ വരുന്നത്. സോ അങ്ങനെയുള്ള വലിയ പർപ്പസ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് കുഴപ്പമില്ലാത്ത നല്ലൊരു ഇതൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ബെറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും നല്ല തന്നെയാണ്. IP69 ഉണ്ടായത് കൊണ്ട് പോക്കോ X7 ആണ് കുറച്ചും കൂടെ ബെറ്റർ ആണ് നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പറയാവുന്നതാണ്. പിന്നീട് രണ്ടിൻ്റെയും ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ രണ്ട് ഫോണിനും ഒരു അമോലഡ് ആയിട്ടുള്ള 120Hz ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പോക്കോയിലാണെങ്കിൽ ഒരു 1.5K റെസൊല്യൂഷനിലാണ്. ബട്ട് ഐക്യൂലാണെങ്കിൽ ഒരു ഫുൾ HD മാത്രമേ വരുന്നുള്ളൂ. അതൊരു മേജറായിട്ട് ഡിഫറൻസ് തന്നെയാണ്. പിന്നീട് രണ്ട് ഫോണിനും ഒരു കർവ്ഡ് ആയ ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പ്രൊട്ടക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഐക്യൂലാണെങ്കിൽ സ്കോട്ട് സെൻസേഷൻ്റെ പ്രൊട്ടക്ഷനാണ്. ബട്ട് പോക്കോയിലാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2യുടെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. സോ ലേറ്റസ്റ്റ് എന്നല്ല, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണൊക്കെ കാണുന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഫ്രണ്ട് ഡിസ്പ്ലേക്ക് ഐക്യൂല് കിട്ടുന്നുണ്ട്. സോ ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ആ ഫോണിന് വരുന്നുണ്ട്. പിന്നീട് ഐക്യൂലാണെങ്കിൽ 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പോക്കോയിലാണെങ്കിൽ ഒരു 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അതൊന്നും വലിയ ഡിഫറൻസ് ആയിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. പിന്നീട് അതാണ് ഡിസ്പ്ലേയുടെ സൈസ് പറയുകയാണെങ്കിൽ പോക്കോയിലാണെങ്കിൽ 6.67 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഐക്യൂലാണെങ്കിൽ 6.77 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. അതും വലിയ വ്യത്യാസമൊന്നുമില്ല. സോ കമ്പാരിറ്റീവ്ലി ബെസ്റ്റ് ഡിസ്പ്ലേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പോക്കോ ഡിസ്പ്ലേ ആണ് ബെറ്റർ ആയിട്ട് വരുന്നത്. കാരണം 1.5K റെസൊല്യൂഷൻ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2യുടെ പ്രൊട്ടക്ഷനും ആ ഡിസ്പ്ലേക്ക് വരുന്നുണ്ട്. സോ ബെറ്റർ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ പോക്കോയുടെ ഫോണിലാണ് വരുന്നത്. സോ ബിൽഡ് ക്വാളിറ്റിയിലും ഡിസ്പ്ലേയുടെ കാര്യത്തിലും പോക്കോ ആണ് ഇവിടെ ടോപ്പായിട്ട് നിൽക്കുന്നത്. ഇനി അടുത്താണ് ക്യാമറ വൈസ് ആദ്യം തന്നെ ഈ രണ്ട് ഫോണും ഒരു ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോഡലൊന്നും അല്ല. പക്ഷേ ഒരു ഡീസൻറ്റ് ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. 50 MB പ്രൈമറി ക്യാമറ രണ്ട് ഫോണിനും വരുന്നുണ്ട്. 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും രണ്ട് ഫോണിനും വരുന്നുണ്ട്. പോക്കോയിലാണെങ്കിൽ ഒരു മാക്രോ ക്യാമറയും റിയറിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും വെറുതെ ഒരു ട്രിപ്പിൾ ക്യാമറ ഉണ്ട് എന്ന് പേരിന് പറയാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നീട് സെൽഫി ക്യാമറ ആണെങ്കിൽ പോക്കോയിലാണെങ്കിൽ 20 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഐക്യൂലാണെങ്കിൽ 16 MB സെൽഫി ക്യാമറ അതിലും വരുന്നുണ്ട്. മെഗാ പിക്സൽ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ക്യാമറ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ രണ്ടും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ തന്നെയാണ്. ബട്ട് ഞാൻ പറയുന്നതിനെ കാട്ടി നല്ലത് നിങ്ങൾ ക്യാമറ റിവ്യൂസ് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തുക ഏതാണ് നല്ല ക്യാമറ എന്നുള്ളത്. സോ അത്യാവശ്യം രണ്ടും നല്ലതാണ്. ദെൻ പെർഫോമൻസ് ആണ്. പോക്കോയിലാണെങ്കിൽ മിഡടെക്കിൻ്റെ ഡിമെൻസിറ്റി 7300 അൾട്ര എന്ന ചിപ്സെറ്റാണ്. ആൻറ്റി സ്കോറൊക്കെ പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 7 lakh ഒക്കെ തന്നെ വരുന്നുണ്ട്. പിന്നീട് ഐക്യൂലാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 7 Gen 3 ആണ് വരുന്നത്. അതിലൊരു 8 lakh എബോ ആൻറ്റി സ്കോറും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. രണ്ട് ഫോണിലും LPDDR4X RAM USF 2.2ൻ്റെ സ്റ്റോറേജ് ആണ് വരുന്നത്. പെർഫോമൻസ് വൈസ് ഇവിടെ ബെറ്റർ ആയിട്ട് വരുന്നത് ഐക്യൂ ഫോൺ തന്നെയാണ്. എന്നാലും പോക്കോ ഒട്ടും മോശമല്ല. കമ്പയർ ചെയ്ത് സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ഐക്യൂ ആണെന്നേ ഉള്ളൂ. പിന്നീട് ഐക്യൂലാണെങ്കിൽ ഫൺ ടച്ച് ചോയ്സ് ആയിട്ടാണ് വരുന്നത്. 2+3 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ് ആ ഫോണിൽ കിട്ടും. പോക്കോയിലാണെങ്കിൽ 3+4 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ് പോക്കോയിലും കിട്ടുന്നുണ്ട്. പോക്കോയിലാണെങ്കിൽ ഹൈപ്പർ വോയിസ് ആയിട്ടാണ് വരുന്നത്. രണ്ടും അത്യാവശ്യം നല്ലൊരു UI തന്നെയാണ്. വലിയ കുഴപ്പങ്ങളൊന്നും അതിനെപ്പറ്റി പറയാനില്ല.
പെർഫോമൻസ് വൈസ് നിങ്ങൾ ഗെയിമിംഗ് ആണ് മെയിൻ നിങ്ങളെ പ്രിഫറൻസ് എന്നുണ്ടെങ്കിൽ IQ പോയി എടുത്തോ, അതാണ് കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നത്. പിന്നീട് അടുത്തതാണ് ഏറ്റവും ലാസ്റ്റ് കാര്യം, ബാറ്ററി. രണ്ട് ഫോണിലും 5500 mAh ബാറ്ററി വരുന്നുണ്ട്. പോക്കോയിലാണെങ്കിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്, IQലാണെങ്കിൽ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. സോ ഫാസ്റ്റ് ചാർജിൻ്റെ കാര്യത്തിൽ മേജറായിട്ടുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. ഓവറോൾ രണ്ട് ഫോണും തമ്മിൽ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ടും അത്യാവശ്യം നല്ല ഫോൺസ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ IQ ഫോൺ എടുത്തോ, അതാണ് കുറച്ചും കൂടെ നല്ലത്. ഒരു 1000 രൂപ അധികം അതിന് കൊടുക്കണമെന്നേ ഉള്ളൂ. ബട്ട് നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും പോക്കോയിൽ കിട്ടും. കാരണം അതിലാണെങ്കിൽ IP16 അതിൻ്റെ റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നീട് ഫ്രണ്ട് ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷൻ Gorilla Glass Victus 2 വരുന്നുണ്ട്. അതുമാത്രമല്ല 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ അതിന് വരുന്നുണ്ട്. പിന്നീട് വേറെ ഒന്നും അതിന് എക്സ്ട്രാ ആയിട്ട് വരുന്നില്ല. IQലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്നെന്ന് പറഞ്ഞാൽ പെർഫോമൻസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നീട് ഒരു കുറച്ചും കൂടെ ഫാസ്റ്റ് ചാർജറും അധികം അതിൽ വരുന്നുണ്ട്. അതാണ് വലിയ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1000 രൂപ കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പോക്കോയുടെ ഫോൺ നല്ല ഫോൺ തന്നെയാണ്, കുഴപ്പമൊന്നും പറയാനില്ല. എന്നാലും ബെസ്റ്റ് എന്നുള്ളത് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ പോക്കോ ഫോണാണ് കുറച്ചും കൂടെ ബെറ്റർ. കാരണം 1000 രൂപ കുറവാണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ആ ഫോണിൽ കിട്ടുന്നുണ്ട്. മറ്റേത് അങ്ങനെയല്ല, മറ്റേത് പെർഫോമൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ, ഒരു ഫാസ്റ്റ് ചാർജിങ് അധികം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ 1000 രൂപ അതിന് അധികം കൊടുക്കുകയും വേണം. അത് നോക്കുമ്പോൾ പോക്കോ ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നല്ല ഫോണായിട്ട് തോന്നിയത്. മേജറായിട്ട് നിങ്ങൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് നോക്കുന്നുണ്ടെങ്കിൽ IQ പോയി എടുത്തോ, ഇത് നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും വലിയ പെർഫോമൻസ് ഡിഫറൻസും ഇല്ല, അത് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.